ഈ വിദ്യാർത്ഥിയുടെ ഒരു മരണത്തെ എങ്ങനെയൊക്കെ തേച്ച് മായ്ച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊക്കെ ഉന്നത കുലകളൊക്കെ ശ്രമിച്ചു. അതോടൊപ്പം റാമെന്നാണ് നാരുടെ പേര്, അധ്യാപകനാണ്. അല്ലെങ്കിൽ കുട്ടികളെ കറുത്തവനെന്നും വെളുത്തവനെന്നും മെലിഞ്ഞവനെന്നും ക്യാൻസർ പേഷ്യന്റ് എന്നടക്കണത്ര വിളിക്കുന്നത്. കറുത്ത തവള, പട്ടി, അങ്ങനെയുള്ള വാക്കുകൾ വെച്ചിട്ടാണ് അത്ര ആ 4 കുട്ടികൾ അഭിസംബോധന ചെയ്യുന്നത്. വെറും ഡിഗ്രി. ഇവിടെ ഈ കോളേജിൽ സ്റ്റാഫ് റാഗിംഗ് ഉണ്ട്. സ്റ്റാഫ് റാഗിംഗ് നിറത്തിന്റെ പേരിലും അതുപോലെ തന്നെ പുള്ളിക്കാരൻ ക്ലാസ്സിൽ വന്നിട്ട് എന്തായാലും നിറത്തിന്റെ പേരിൽ സംസാരിച്ചിട്ടുണ്ട്. മാത്രമുള്ളൂ എന്ന് കേൾക്കുന്നേ. ഇമാതിരി നാറുകളൊക്കെ ഈ പ്രതികരിക്കുന്ന കുട്ടികളൊന്നും അവിടെ ഇല്ല. അവർക്കെതിരെ പ്രതികരിക്കാൻ ശേഷിയുള്ള കുട്ടികളൊന്നുമില്ല. അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ കോളേജുകളിലെ പിള്ളേരുടെ ഒരു വലിയ പ്രശ്നമാണ്, പ്രതികരണ ശേഷി ഉണ്ടാവില്ല. ഇതൊക്കെ പച്ചപുച്ച മടക്കിയിട്ട് ഇങ്ങനെ കേട്ട് നടന്നു പോകും. മരിച്ചുപോയ നിതിൻ മാത്രമാണ് ആ അധ്യാപകനെതിരെ ആദ്യമായിട്ടൊന്ന് പ്രതികരിച്ചത്. പക്ഷെ അവന് കൊടുക്കേണ്ടി വന്നത് അവന്റെ ജീവനാണ് വില കൊടുക്കേണ്ടി വന്നത്. ഇപ്പോൾ ആ പിള്ളേരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മാധ്യമങ്ങളൊക്കെ കൂടി തള്ളിക്കേറി ചെന്നപ്പോൾ കൃത്യമായിട്ടും കുട്ടികളൊക്കെ ധൈര്യത്തോടു കൂടിയുടെ അഭിപ്രായം പറയാൻ തയ്യാറായിട്ടുണ്ട്. ആ അധ്യാപകൻ എന്ന് പറയുന്ന ആ ഒരു നരാധമനെ അവിടുന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ ആ സംസാരിച്ച കുട്ടികളുടെയൊക്കെ ഭാവി എന്താവും എന്നുകൂടി ഒന്ന് കണക്കിലെടുക്കേണ്ടതുണ്ട്. അടിയന്തരമായി ഇത്തരം നികൃഷ്ട ജീവികളെ, ഇത്തരം കൊല നാറുകളെ, അധ്യാപകരെന്നുള്ള പേര് നടക്കുന്ന ഇത്തരം കൊല നാറുകളൊക്കെ പുറത്താക്കിയില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത്.